وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. قال الإمام البربهاري رحمه الله: واعلم أنها لم تكن زندقة ولا كفر ولا شكوك ولا بدعة ولا ضلالة ولا حيرة في الدين إلا من الكلام. ഇമാം ബർബഹാരി തുറന്നുകൊണ്ട് പറയുന്നത്, നീ അറിയുക, എല്ലാ സന്ദഖത്തിൻ്റെയും മതപരിത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ കുഫറിൻ്റെയും സംശയത്തിൻ്റെയും ബിദ്അത്തിൻ്റെയും ദലാലത്തിൻ്റെയും അതുപോലെ തന്നെ ഹൈറ, അന്താളിപ്പ്, വഴിതിരിയാത്ത അവസ്ഥ, ദീനിൻ്റെ വിഷയത്തിൽ എങ്ങോട്ട് പോകണം, ഏതാണ് ശരിയെന്നറിയാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇല്ലാ മിനൽ കലാമി, ഇൽമുൽ കലാമിൽ നിന്നാണ്. എപ്പോഴും നമ്മുടെ നാട്ടിലുള്ള അശ്അരികളായ ആളുകൾ അവര് അഖീദയെ വിളിക്കുന്ന പേരാണ് ഇൽമുൽ കലാം എന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ മുൻഗാമികളായിട്ടുള്ള മുഅ്തസിലികളും അഖീദയെ വിളിക്കുന്ന പേരാണ് ഇൽമുൽ കലാം എന്നുള്ളത്. ആ ഇൽമുൽ കലാം എന്നുള്ളത് ഉടലെടുത്തിട്ടുള്ളത് ഗ്രീക്ക് ഫിലോസഫിയുടെ മാതൃക കണ്ടുകൊണ്ട് അതിൻ്റെ അതേ രൂപത്തിൽ തന്നെ അതിനെ ഇസ്ലാമീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇൽമുൽ കലാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൽമുൽ കലാം അതിൽ കൂടുതലായിട്ടുള്ളത്, അതിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് ബുദ്ധിക്കാണ്. ഉദാഹരണമായിട്ട് അശ്അരി അഖീദയുടെ ഏറ്റവും ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് തഖ്ദീമുൽ അഖ്ലി അലൻ നഖൽ എന്നുള്ളതാണ്. ബുദ്ധിയെ പ്രമാണത്തെക്കാൾ മുൻഗണന നൽകുക എന്നുള്ളതാണ്. അത് പിൽക്കാലക്കാരെ അശ്അരികളുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് റാസിയുടെ ഗ്രന്ഥങ്ങൾ, അതിനുശേഷം വന്നിട്ടുള്ള അശ്അരി ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഭീകരമായ രൂപത്തിൽ പ്രമാണങ്ങളെ വലിച്ചെറിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ റാസിയെ സംബന്ധിച്ചിടത്തോളം അയാള് പറയുന്നത് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് നയിക്കുന്ന അറിവുകളില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ എന്തില്ല, പരിശുദ്ധ ഖുർആനിലും ഹദീസിലും എന്തില്ല, കാര്യമായ ഹിദായത്ത് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നീട് എന്താണുള്ളത്, ബുദ്ധിയാണുള്ളത്. ബുദ്ധി എന്ന് പറയുന്നത്, ഓരോരുത്തരുടെ ബുദ്ധി എന്ന് പറയുന്നത് വ്യത്യസ്തമായ രൂപത്തിലാണ്, ഓരോരുത്തരുടെയും യുക്തികൾ എന്ന് പറയുന്നത്. അപ്പോ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നത് എല്ലാ സന്ദഖത്തും ഈ ഉമ്മത്തിലേക്ക് വലിച്ചഴിച്ചിട്ടുള്ളത്, സന്ദഖത്ത് എന്ന് പറയുന്നത് നിഫാഖിന്റെ മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ കുഫറുകള്, വലാ ശുകൂക്ക്, എല്ലാവിധ സംശയങ്ങളും ബിദ്അത്തുകളും, വലാ ദലാലത്തുകളും ഹൈറത്തുകൾ, അന്താളിപ്പ്, ഇതെല്ലാം ദീനീ വിഷയങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ മുസ്ലിമീങ്ങളിലേക്ക് വലിച്ചഴിച്ചിട്ടുള്ളത് എല്ലാം ഇൽമുൽ കലാം കാരണത്താലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അവരെല്ലാം തന്നെ മരണവേളയിൽ അങ്ങേയറ്റം സംശയാലുക്കളായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് റാസി, അദ്ദേഹം മരണവേളയിൽ പറയുന്നുണ്ട്, ഞാൻ പഠിച്ചതെല്ലാം തെറ്റായിരുന്നു എന്നുള്ളത്. അത് എന്നിട്ട് പറയുന്നു എന്താണ്, നിഹായത തഖ്ദീമുൽ ഉഖൂലി ഇഖാലു, ഈ അർത്ഥത്തിൽ അദ്ദേഹം ഒരു കവിത പറയുന്നുണ്ട്, ബുദ്ധിക്ക് പ്രാമുഖ്യം നൽകുന്നത് അതൊക്കെ അവസാനത്തിൽ ഒരു കെട്ട് വരും എന്നുള്ളതാണ്, ഒന്നും തിരിയാത്ത അവസ്ഥ വരും എന്നുള്ളത്. ഇതേ കാര്യമാണ് ഷഹ്റസ്ഥാനി പറയുന്നത്. അതുപോലെ തന്നെ അബുൽ മആലി അൽ ജുവൈനി പറയുന്നത്, അയാൾ പറയുന്നത് അമൂതു അലാ ദീനി അജഇസ് നൈസാബൂർ, നൈസാബൂറിലെ വൃദ്ധകളുടെ അഖീദയിലാണ് ഞാൻ മരിക്കുന്നത്, അവർ വിശ്വസിക്കുന്നതാണ് ശരി, ഞാൻ ഇതുവരെ പഠിച്ചതല്ല ശരി എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു
ഹമദാൻ ഗോത്രക്കാരനായിട്ടുള്ള ഒരു ഹമദാനി വന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഇത്രയേറെ പഠിച്ചിട്ടുള്ള ഇൽമുൽ കലാം, ഗസാലിയുടെ ഉസ്താദാണ് അബുൽ മആലിൽ ജുവൈനി. അങ്ങനെ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനാണ്, ഇൽമുൽ കലാമിന്റെ അപ്പോസ്തലനാണ്. അയാൾ എന്താണ് പറഞ്ഞത്? ഈ ചോദ്യങ്ങൾ കേട്ട് സംശയം വന്നിട്ട് അയാൾ പറഞ്ഞത് ഹയ്യറനിൽ ഹമദാനി, ഹമദാനി എന്നെ എന്താക്കിയിട്ടുണ്ട്, എന്നെ ആകെ കുടുക്കിയിട്ടുണ്ട്, എന്നെ അന്താളിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആകെ സംശയത്തിലായി പോയി. അതുപോലെയാണ് അബു ഹാമിദ് അൽ ഗസാലി. അയാളുടെ തന്നെ അൽ മുൻഖദ് മിന ദലാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അയാളുടെ ജീവിതകാലത്ത് കടന്നുപോയിട്ടുള്ള വലിയ ഒരു സംശയത്തിന്റെ കാലയളവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് കാലം, ഒരു വലിയൊരു കാലയളവ് എല്ലാ വിഷയത്തിലും സംശയമായിരുന്നു. അള്ളാഹുവിന്റെ വുജൂദിന് വരെ സംശയമായി, അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ. എല്ലാ വ്യക്തമായിട്ടുള്ള സുവ്യക്തമായ കാര്യങ്ങളിലും അയാൾക്ക് സംശയമായി എന്നുള്ളതാണ്. ഇത് ഒന്ന് രണ്ട് ആളുകളുടെ കാര്യമല്ല, എല്ലാ ഇൽമുൽ കലാമിന്റെ ആളുകളുടെ അവസ്ഥയും ഇതാണ്. കാരണം തർക്കവും യുക്തിപരമായിട്ടുള്ള ചിന്തകളുമാണുള്ളത്. അതിലൊരിക്കലും എന്തുണ്ടാവുകയില്ല, ഹിദായത്ത് ലഭിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു വഅഹ്ലുൽ കലാമി വൽ ജദൽ വൽ മിറാഇ വൽ ഖുസൂമതി വൽ ഉജ്ബ് വഅഹ്ലുൽ കലാമി വൽ ജദലി വൽ മിറാഇ വൽ ഖുസൂമതി വൽ ഉജ്ബ്. ഇൽമുൽ കലാമിൽ നിന്നും അതുപോലെ തന്നെ ഇൽമുൽ കലാമിന്റെ ആളുകളിൽ നിന്നുമാണ് ഈ തരത്തിലുള്ള എല്ലാവിധ സംശയങ്ങളും സന്ദഖത്തുകളും ബിദ്അത്തുകളും പ്രചരിച്ചത് എന്ന്. അതുപോലെ തന്നെ തർക്ക വിതർക്കങ്ങളുടെയും സംവാദത്തിന്റെയും ആളുകൾ, വൽ ഉജ്ബ്, അതുപോലെ തന്നെ സ്വന്തത്തിൽ അഹന്ത വച്ചു പുലർത്തുന്ന ആളുകൾ. ഈ ഇൽമുൽ കലാമിന്റെ ആളുകളാണ് ഏറ്റവും വലിയ ഉജ്ബിന്റെ ആളുകൾ. അവരല്ലാത്തവരെ കുറിച്ച് അവർ പറയുന്ന എന്താണ്? അവരെന്താണ്? ഉലമ അൽ ഹൈദ് വൻ നിഫാസ്, ഹൈദ് നിഫാസിന്റെ ആലിമീങ്ങളാണ് അവർക്ക് ബുദ്ധിയില്ല എന്നുള്ള രീതിയിലാണ് ഇൽമുൽ കലാമിന്റെ ആളുകൾ മറ്റുള്ള ഉലമാക്കളെ പരിചയപ്പെടുത്തുക. അല്ലെങ്കിൽ ഉലമ തഹ്ത ശറാവീൽ, ശറാവീലിന്റെ അടിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഉലമാക്കളാണെന്ന് പരിഹസിക്കാറുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധിയില്ല, യുക്തിയില്ല. അതുപോലെ തന്നെ ഉലമ വവാഹിർ, ഖുർആൻ, പരിശുദ്ധ ഖുർആന്റെ ഹദീസിന്റെയും പ്രത്യക്ഷമായ അർത്ഥങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ് എന്ന രീതിയിൽ, അതുപോലെ ഹശവികൾ എന്നൊക്കെ പരിചയപ്പെടുത്താണ് ചെയ്യുക. അപ്പോ ഈ ഇൽമുൽ കലാമിന്റെയും തർക്കത്തിന്റെയും ആളുകൾ കാരണത്താലും ഇൽമുൽ കലാം കാരണത്താലുമാണ് എല്ലാവിധ കുഴപ്പങ്ങളും ഈ ഉമ്മത്തിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലേ? ആ ഇൽമുൽ കലാം നമ്മൾക്കറിയാം മഅ്മൂനിന്റെ കാലത്താണ് എന്ത് ചെയ്യുന്നത്? ഗ്രീക്ക് ഫിലോസഫി ഗ്രന്ഥങ്ങളൊക്കെ വ്യാപകമായിട്ട് അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെടുന്നത്. അതിലൂടെയാണ് ഇൽമുൽ കലാം എന്ത് ചെയ്യുന്നത്? ശക്തി പ്രാപിക്കുന്നത്. അതിനു മുമ്പേ ഉണ്ട്, ജഹ്മികളുണ്ട്, മുഅ്തസിലികളുണ്ട്. മഅ്മൂന്റെ കാലഘട്ടത്തിലാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു രൂപം വരുന്നതും അതുപോലെ തന്നെ ഭരണാധികാരിയുടെ പിന്തുണ ലഭിക്കപ്പെടുകയും ചെയ്യുന്നത്. അതിലൂടെ ലോകാടിസ്ഥാനത്തിൽ മഅ്മൂൻ അത് എന്ത് ചെയ്യാണ്? വാളുകൊണ്ട് നടപ്പിലാക്കാണ്. മഅ്മൂനും ശേഷമുള്ള മുഅ്തസിമും വാസിഖും എല്ലാം അത് നടപ്പിലാക്കാണ് ചെയ്യുന്നത്. പിന്നീട് ഉള്ള ഭരണാധികാരികൾ നമുക്ക് കാണാൻ സാധിക്കും. സലാജഖത്താണെങ്കിലും അയ്യൂബികളാണെങ്കിലും അതുപോലെ തന്നെ മമാലിക്കുകളാണെങ്കിലും ഉസ്മാനികളാണെങ്കിലും ഇവരെല്ലാം എന്താണ്? ഇൽമുൽ കലാമിന്റെ ആളുകളായിട്ടുള്ള അശ്അരി തരീഖത്തുകാർക്കാണ് എന്ത് ചെയ്യുന്നത്? അശ്അരി പണ്ഡിതന്മാർക്കാണ് മതവകുപ്പുകൾ നൽകുന്നത്. അതുപോലെ തന്നെയാണ് മുവഹിദീങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകളൊക്കെ. وكيف يجترئ الرجل على المراء والخصومة والجدال والله تعالى يقول وما يجادل في آيات الله إلا الذين كفروا. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ധൈര്യമുണ്ടാവുക, തൻ്റെ ഇടമുണ്ടാവുക അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ, അള്ളാഹുവെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ തർക്കിക്കാനും സംവദിക്കാനും കുതർക്കങ്ങൾ നടത്താനും എങ്ങനെയാണ് ഒരാൾക്ക് തൻ്റെ ഇടമുണ്ടാവുക? അള്ളാഹു പറഞ്ഞിരിക്കെ മാ യുജാദിലു ഫി ആയാത്തില്ലാഹി ഇല്ലല്ലദീന കഫറു, അള്ളാഹുവിന്റെ ആയത്തുകളിൽ തർക്കിക്കുക ആര് മാത്രമാണ്? കാഫിരീങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലുള്ള ആയത്ത് ഉണ്ടായിരിക്കെ ഒരാൾക്ക് എങ്ങനെയാണ് തർക്കിക്കാനും അതുപോലെ തന്നെ സംവദിക്കാനും ഒക്കെ ധൈര്യമുണ്ടാവുക അള്ളാഹുവിന്റെ വിഷയത്തിൽ? فعليك بالتسليم والرضا بالآثار والكف والسكوت. നിന്റെ മേലുള്ള ബാധ്യത എന്താണ്? നിന്റെ മേലുള്ള ബാധ്യത പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നത്
പരിപൂർണമായിട്ട് അതിന് കീഴ്പ്പെടുക, അതിന് തൃപ്തിപ്പെടുക. ബിൽ ആസാർ, പരിശുദ്ധ ഖുർആനിലും ഹദീസിലും സലഫുകളിലും വന്നിട്ടുള്ളത് അതിൽ തൃപ്തിപ്പെടുക. വൽകഫ് വസുക്കൂത്ത്, അതിന് പുറമെയുള്ള വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതെല്ലാം മാറ്റിവെക്കുക. അതുപോലെ തന്നെ അതിനൊക്കെ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ബർബഹാരി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. ഇൽമുൽ കലാമാണ് എല്ലാവിധ ഫിത്നകളുടെയും എല്ലാ ബിദ്അത്തുകളുടെയും എല്ലാ വഴികേടുകളുടെയും സ്രോതസ് എന്ന് പറയുന്നത്. ഈ ഉമ്മത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മുറിവ് എന്ന് പറയുന്നത് അത് ഈ ഗ്രീക്ക് ഫിലോസഫി ഗ്രന്ഥങ്ങളൊക്കെ അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിലൂടെയാണ് ഒരു വലിയ വഴികേടിന്റെ വാതിൽ തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, തുറക്കപ്പെട്ടിട്ടുള്ളത്. അതിനെതിരെയാണ് മുൻഗാമികളായ ഇമ്മത്തുകൾ പോരാടിയിട്ടുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ബുഖാരി, അതുപോലെ തന്നെ ഇമാം അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി, ഇമാം ഷാഫിഈ, അതുപോലെ തന്നെ ഇമാം ബർബഹാരി, അതുപോലെ തന്നെ ഇമാം അബു ഹാത്തിം അർ-റാസി, അബു സുറ അർ-റാസി, ഇങ്ങനെയുള്ള ധാരാളക്കണക്കിന് അയിമ്മത്തുകൾ, ശേഷമുള്ള ഇമാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം, ഇവരെല്ലാം പോരാടിയിട്ടുള്ളത് ഈ ഇൽമുൽ കലാമിനോടാണ്. അവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഇതിന്റെ വഴികേടുകളാണ്. قال رحمه الله والإيمان بأن الله يعذب الخلق في النار في الأغلال والأنكال والسلاسل. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളെ, അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ സൃഷ്ടികളെ നരകത്തിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കും എന്നുള്ളതിൽ വിശ്വസിക്കൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽപ്പെട്ടതാണ്. ഫിൽ അഗ്ലാലി വൽ അൻകാലി വസ്സലാസിൽ, അതെന്ന് പറഞ്ഞാല് അഗ്ലാൽ എന്ന് പറഞ്ഞാല് ബന്ധനങ്ങളാണ്, കൈകളിലുള്ള ബന്ധനങ്ങൾ, ലോക്കുകൾക്കാണ്. അങ്ങനെ കൈ ലോക്ക് ചെയ്യും. കൈ കഴുത്തുമായിട്ട് ലോക്ക് ചെയ്യുന്നത്. വൽ അൻകാൽ, അതുപോലെ തന്നെ മറ്റൊരു ശിക്ഷിക്കുന്നതിന്റെ മാർഗമാണെന്ത്, അൻകാൽ എന്ന് പറയുന്നത്. ഈ രൂപത്തിലുള്ള മറ്റൊരു കെട്ടാണത്. വസ്സലാസിൽ, ചങ്ങലകൾ. ഇങ്ങനെ പല രൂപത്തിലും എന്ത് ചെയ്യും, നരകത്തില് ജനങ്ങളെ ബന്ദികളാക്കിക്കൊണ്ട് അവരുടെ പല ഭാഗത്തും ചങ്ങല കെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഇരുമ്പിന്റെ കെട്ടുകൾ ഇട്ടുകൊണ്ടും അവർ അള്ളാഹു ശിക്ഷിക്കുമെന്നുള്ളതാണ്. വന്നാറു ഫീ അജ്വാഫിഹിം വഫൗഖഹും വതഹ്തഹും, നരകത്തില് തീ എന്ത് ചെയ്യും, അവരുടെ വയറ്റിന്റെ ഉള്ളിലെത്തും, ശരീരത്തിന്റെ ഉള്ളിലെത്തും. അതുപോലെ തന്നെ അവരുടെ മുകളിലും തീയായിരിക്കും, താഴെയും തീയായിരിക്കും നരകത്തിലുള്ളവരുടെ. നസ്അലുല്ലാഹു അസ്സലാമ വൽ ആഫിയ. വദാലിക അന്നൽ ജഹ്മിയ്യ, ഇതൊക്കെ ഇവിടെ അഖീദയുടെ ഈ വിഷയത്തിൽ ഇവിടെ പറയാനുള്ള കാരണം എന്താണ്? അന്നൽ ജഹ്മിയ്യ, കാരണം ജഹ്മികൾ, മിൻഹും ഹിശാം അൽ ഫൂത്തി, ജഹ്മികളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഹിശാം അൽ ഫൂത്തി. അയാൾ പറഞ്ഞു, ഇന്നമാ യുഅദ്ദിബുല്ലാഹു ഇൻദന്നാർ, അള്ളാഹു നരകത്തിന്റെ അടുത്ത് വെച്ചാണ് ശിക്ഷിക്കുക, അതല്ലാണ്ട് നരകത്തില് ഉള്ളിലല്ല ശിക്ഷിക്കുക എന്നുള്ളത്. റദ്ദൻ അലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും റസൂലിനെയും തള്ളിക്കൊണ്ട്, പരിശുദ്ധ ഖുർആനിലെയും ഹദീസിലെയും വചനങ്ങൾ തള്ളിക്കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് വാചകം ഈ ജഹ്മികളായ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നരകത്തിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, ശിക്ഷ ഉള്ളത്. ആ നരകം എന്ത് ചെയ്യും, ഒരാളുടെ ഉള്ളിലും മുകളിലും തീ എന്ത് ചെയ്യും, വലയം ചെയ്യുമെന്നുള്ളതാണ്, എല്ലാ ഭാഗത്തും പിടികൂടുമെന്നുള്ളതാണ്. ഇത് ഇബ്നു അബി ദുനിയ അദ്ദേഹത്തിന്റെ തഖ്ഫീഫ് മിനൻ നാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നരകത്തെ സംബന്ധിച്ച് വിശദമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹിക്ക് അഹ്വാലുൻ നാർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ശേഷം പറഞ്ഞു, വഅലം അന്ന സലാത്തൽ ഫരീദതി 5 സലവാത്ത്, നിർബന്ധമായ നിസ്കാരങ്ങൾ 5 എണ്ണമാണ് എന്ന് നീ അറിയുക. ഇതൊക്കെ എന്താണ് അഖീദയുടെ ഗ്രന്ഥത്തിൽ പറയുന്നത്? ഈ വിഷയങ്ങളിലെല്ലാം പഴച്ചുപോയ കക്ഷികളുണ്ട്, എതിരഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. വലാ യുസാദു ഫീഹിന്ന, ആ 5 വക്തില് ഒരു വക്തവും 5-ലേറെ കൂട്ടാൻ പാടില്ല. 6 വക്ത് ഉണ്ട് എന്ന് പറയാൻ പാടില്ല, 5-ലേറെ ഫർദ് നിസ്കാരങ്ങൾ, നിർബന്ധമായ നിസ്കാരം ഉണ്ട് എന്ന് പറയാൻ പാടില്ല. ഇത് ഈ പറഞ്ഞ വാചകം ശാരിഹ്യങ്ങൾ പറയുന്നത് അത് അഹ്ലുർ റഅയിനുള്ള മറുപടിയാണ്. അഹ്ലുർ റഅയി വിത്തർ വാജിബാണെന്നുള്ള അഭിപ്രായമുണ്ട്. ദിനം പ്രതിയുള്ള നിസ്കാരങ്ങളിൽ 5 വക്തേ ഉള്ളൂ,
അഹ്ലുർ റഅയിന്റെ ആളുകൾ, അഹ്നാഫുകളിൽപ്പെട്ടുള്ള ആളുകൾ വിത്ർ വാജിബാണെന്ന് പറയുന്നുണ്ട്. വല യുസാദു ഫീഹിന്ന വല യുൻഖസു ഫീ മവാഖീതിഹ. 5 നേരത്തെ നിസ്കാരങ്ങൾ അതിൽ കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. അങ്ങനെ കുറച്ചാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഷിയകൾക്ക് 3 വഖത്ത് നിസ്കാരമുള്ളത്. ഷിയകൾക്ക് 3 വഖത്ത് നിസ്കാരമുള്ളത്. 5 നിസ്കാരങ്ങൾ നിസ്കരിക്കും, പക്ഷെ 3 വഖത്തിലാണ് നിസ്കരിക്കുക. അത് സുബഹിന്റെ നേരത്തുണ്ട്, പിന്നെ ളുഹറിന്റെ നേരത്ത് എന്ത് ചെയ്യും? ളുഹറും അസറും കൂടെ എന്ത് ചെയ്യും? ജമ്മ ചെയ്യും. മഗ്രിബും ഇശായും കൂടെ എന്ത് ചെയ്യും? ജമ്മ ചെയ്യും. അപ്പൊ അങ്ങനെ എന്താണ്? ഓർക്ക് 3 വഖത്തേ ഉള്ളൂ, 5 എന്തുണ്ട്? എണ്ണമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഹദീസ് നിഷേധികളായ ആളുകൾ, ഖുർആനികൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ആളുകൾ, അവരും ഇവരിൽ നിന്ന് എന്താണ് വഴികേട് ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് 3 വഖത്തും 3 എണ്ണമേ ഉള്ളൂ നിസ്കാരമായിട്ടുള്ളത്. അത് പരിശുദ്ധ ഖുർആനിലുള്ള ചില ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ചേകന്നൂറാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആദ്യമായിട്ട് അത് പരസ്യപ്പെടുത്തിയിട്ടുള്ളത് 3 വഖത്ത് നിസ്കാരമുള്ളൂ എന്നുള്ളത്. അത് ലോകാടിസ്ഥാനത്തിൽ നമുക്ക് ഹദീസ് നിഷേധികളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കാണാൻ സാധിക്കുന്നതാണ്. ഈ വിഷയം വളരെ നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള ഒരു കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇമാം ബർബഹാരി എന്ത് ചെയ്യുന്നത്, അഖീദയുടെ ഗ്രന്ഥത്തിൽ കർമ്മശാസ്ത്ര വിഷയം എന്ത് ചെയ്തിട്ടുള്ളത്, ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ അത് 5 വഖത്തിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കുറച്ചതാരാണ്? അത് റാഫിദുകളാണ് നമ്മൾ മനസ്സിലാക്കി. ഈ കാലഘട്ടത്തിൽ ആരാണ്? ഖുർആനികൾ, ഹദീസ് നിഷേധികളാണ്. വളരെ അത്ഭുതകരമായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹുദൈഫ ഇബ്നു യമാന്റെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇമാം മർവസി അദ്ദേഹത്തിന്റെ അസ്സുന്നയിൽ രേഖപ്പെടുത്തി, ഒരു കാലം വരും ജനങ്ങൾ എന്ത് ചെയ്യും, നിസ്കാരം 3 വഖത്ത് നിസ്കരിക്കും എന്നുള്ളത്. അങ്ങനെ തന്നെ ഹദീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ ഹൈദിലായിരിക്കും നിസ്കരിക്കുന്ന ഒരു കാലം വരുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ മൗഖൂഫായിട്ട് ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മൗഖൂഫായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മർവസി അദ്ദേഹത്തിന്റെ അസ്സുന്നയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഫമൻ ഖാല അക്തറു മിനൽ ഖംസി മിൻ ഖംസിൻ ഫഖദ് ഇബ്തദഅ. ആരെങ്കിലും 5-ലേറെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ മുബ്തദിയാണ്, അവൻ പുതുതായി ഉണ്ടാക്കിയത്. വമൻ ഖാല അഖല്ലു മിൻ ഖംസിൻ ഫഖദ് ഇബ്തദഅ. ആരെങ്കിലും 5-ൽ കുറവാണെന്ന് പറയുകയാണെങ്കിൽ, 5 വഖത്തിൽ കുറവാണെന്ന് പറയുകയാണെങ്കിൽ അവനും മുബ്തദിയാണ്, അവൻ പുതുതായി ഉണ്ടാക്കിയ വാദമാണ്. ലാ യഖ്ബലുല്ലാഹു ഷൈഅൻ മിൻഹാ ഇല്ലാ ലിവഖ്തിഹ. 5 നേരത്തെ നിസ്കാരങ്ങൾ അത് അതിന്റെ വഖത്തിലല്ലാണ്ട് അള്ളാഹു എന്ത് ചെയ്യില്ല, അത് അതിന്റെ സമയത്തല്ലാണ്ട് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, 5 നിസ്കാരങ്ങൾ 3 വഖത്തിൽ നിസ്കരിച്ചാൽ അള്ളാഹു സ്വീകരിക്കൂല. കാരണം എന്താണ്, ഇന്ന അസ്സലാത്ത എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് കാനത് മൗഖൂത. അതെല്ലാം അള്ളാഹു എന്ത് ചെയ്തതാണ്, ഇന്ന സ്വലാത്ത് കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. മുഅ്മിനീങ്ങളുടെ മേല് അത് സമയബന്ധിതമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളതാണ് എന്നുള്ളത്. സുബഹിന്റെ നേരത്തെ നിസ്കരിക്കണം, ലോഹറിന്റെ നേരത്തെ നിസ്കരിക്കണം എന്നുള്ളതാണ്. ഓരോ വക്തുകളും അങ്ങനെ തന്നെ. എന്നാൽ ഈ പറയുന്ന ഷിഈകളും അതുപോലെ തന്നെ ഹദീസ് നിഷേധികളും വ്യാഖ്യാനിച്ചുള്ളത് പരിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ്, അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ വഖുർആൻ അൽ ഫജ്ർ ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ എന്ന് പറയുന്ന ആയത്താണ് വ്യാഖ്യാനിച്ചത്. മറ്റ് ആയത്തുകളും അതുപോലെ തന്നെ മറ്റ് ധാരാളക്കണക്കിന് ഹദീസുകൾ, മുതവാത്തിറായിട്ടുള്ള ഹദീസുകളൊക്കെ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശേഷം പറഞ്ഞു ഇല്ല അയ്യക്കൂന നിസ്യാനൻ. അപ്പോൾ ഓരോ നിസ്കാരം അതിന്റെ വഖത്തിൽ നിസ്കരിച്ചാലേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. മറന്നുപോയാലല്ലാണ്ട്, ഒരാൾ മറന്നുപോയെങ്കിൽ, ഒരു വഖത്തിൽ മറന്നുപോയി, ഓർമ്മയില്ല എങ്കിൽ ഫഇന്നഹു മഅദൂർ, അയാൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്. യഅതി ബിഹാ ഇദാ ദക്കറഹ, അത് ഓർമ്മ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി ഹദീസിൽ മൻ നസിയ സ്വലാതൻ ഔ നാമ അൻഹ, ഒരാൾ ഒരു നിസ്കാരം മറന്നുപോയി, ഒരു വഖത്ത് മറന്നുപോയി, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ, ഓർമ്മ വരുന്ന നേരത്ത് അത് നിസ്കരിച്ചു കൊള്ളട്ടെ. ലാ കഫാറത ലഹ ഇല്ലാ ദാലിക്, അതല്ലാണ്ട് അതിന് വേറെ ഒരു എന്തില്ല, കഫാറത്തുമില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഔ യകൂനു മുസാഫിറൻ, അപ്പൊ ഓരോ വഖത്തും അതിന്റെ സമയത്ത് നിസ്കരിക്കണം. ആർക്കൊഴികെ, മറന്നുപോയ ഒരാൾക്കൊഴികെ.
ഔ യകൂനു മുസാഫിറൻ, അല്ലെങ്കിൽ എന്താണ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഫയജ്മഉ ബൈന സ്വലാത്തൈനി ഇൻഷാ, രണ്ട് നേരത്തെ നിസ്കാരം എന്ത് ചെയ്യാം, ഒരുമിച്ച് നിസ്കരിക്കാം, ജംഅ ചെയ്തുകൊണ്ട് നിസ്കരിക്കാം. അത് യാത്രക്കാർക്കും അതുപോലെ തന്നെ ദറൂറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ നിസ്കാരങ്ങൾ ജംഅ ചെയ്യുക എന്നുള്ളത് യാത്രക്കാർക്കും അതുപോലെ കഷ്ടത ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കഷ്ടതക്കാന്റെ അളവനുസരിച്ച് എന്ത് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്ക് ഒരു അസർ കാണാൻ സാധിക്കും. എന്താണത്? അൽ ജംഉ ബൈന സ്വലാത്തൈൻ ബിഗൈരി ഉസ്ർ മിനൽ കബായിർ. ഉസ്ർ ഇല്ലാണ്ട്, എക്സ്ക്യൂസ് ഇല്ലാണ്ട് രണ്ട് നിസ്കാരം എന്ത് ചെയ്യുക, ഒരുമിച്ച് നിസ്കരിക്കൽ എന്താണ്, വൻ പാപങ്ങളിൽ പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ശേഷം ബർബഹാരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വസ്സകാതു മിനൽ-ദഹബി വൽ-ഫിദ്ദതി വൽ-തംരി വൽ-ഹുബൂബി വad-ദുവാബ് അലാ മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇൻ ഖസമഹ ഫജായിസ് വഇൻ ദഫഅഹ ഇലൽ ഇമാം ഫജായിസ് വല്ലാഹു അഅലം. സകാത്ത് അത് നിർബന്ധമായിട്ടുള്ളതാണ്. അതിന്റെ നിസാബ് എത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ടുള്ളതാണ് സകാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിലെ മൂന്നാമത്തെ റുക്കനാണ് സകാത്ത്. അത് നിസ്കാരത്തിന്റെ കൂടെ തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി എടുത്തു പറഞ്ഞ വിഷയമാണ്. അത് സ്വർണത്തിന്റെ കാര്യത്തിലും, സ്വർണത്തിൽ നിന്നുള്ള സക്കാത്ത്, വെള്ളിയിൽ നിന്നുള്ള സക്കാത്ത്, വത്തംരി വൽ ഹുബൂബ്, ഈത്തപ്പഴത്തിൽ നിന്നുള്ള സക്കാത്ത്, ധാന്യങ്ങളിൽ നിന്നുള്ള സക്കാത്ത്, വദ്ദവാബ്, അതുപോലെ തന്നെ കന്നുകാലികളിൽ നിന്നുള്ള സക്കാത്ത്. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്നത് ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒന്നെന്താണ്? ഒന്ന് സ്വർണവും വെള്ളിയും. സ്വർണവും വെള്ളിയുടെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത്, നാണയങ്ങൾ എന്ന് പറയുന്നത്, നമ്മളെ പണം എന്ന് പറയുന്നത് അല്ലെ, രൂപ, ഡോളർ, ഇതൊക്കെ എന്താണ്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും പകരമായിട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോ ഇങ്ങനെയുള്ള നുഖൂദ്, ഈ പറയുന്ന പണത്തിൽ നിന്നുള്ള സകാത്ത്. രണ്ടാമത്തെ കാര്യമാണ് കന്നുകാലികൾ എന്ന് പറയുന്നത്. അത് ഒട്ടകം, പശു, അതുപോലെ തന്നെ ആട്, അതിൽ നിന്നുള്ള സക്കാത്ത്. മൂന്നാമത്തെ ഇനമാണെന്ത്? അൽ ഖാരിജ് മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങൾ. അതാണെന്ത്? ധാന്യങ്ങളും അതുപോലെ തന്നെ ഫലങ്ങളും എന്ന് പറയുന്നത്. നാലാമത്തെ വിഷയമാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് എന്ത്? ഉറൂദു തിജാറ, കച്ചവട മുതലിന്റെ സക്കാത്ത് എന്ന് പറയുന്നത്. ഈ പറയപ്പെട്ട കാര്യങ്ങളോ അതല്ലാത്ത കാര്യങ്ങളോ എന്താണ്, കച്ചവടത്തിന് വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തുണ്ട്? സക്കാത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഏതൊരു കാര്യങ്ങളും അത് നിസാബത്തി കഴിഞ്ഞാൽ. അലാ മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹി പറഞ്ഞതിനനുസരിച്ച്. ഇതൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. വഇൻ ഖസമഹ ഫഹു ജായിസ്, ഈ സക്കാത്തിന്റെ പണം, അത് അല്ലെങ്കിൽ പണമാകട്ടെ, അതല്ലെങ്കിൽ ധാന്യമാകട്ടെ, അതല്ലെങ്കിൽ എന്താകട്ടെ, കന്നുകാലികൾപ്പെട്ടുള്ളതാകട്ടെ, അത് സക്കാത്ത് സ്വന്തമായി ഒരാൾ വിതരണം ചെയ്യുകയാണെങ്കിൽ അനുവദനീയമാണ്. അയാൾ സ്വന്തമായിട്ട് അത് കൊടുക്കൽ അനുവദനീയമാണ്. വഇൻ ദഫഅഹ ഇലൽ ഇമാം ഫജായിസ്, ഇനി ഭരണാധികാരിയിലേക്ക് അത് കൊടുക്കാണ്, ഭരണാധികാരികൾ എന്ത് ചെയ്യും? സക്കാത്തുകൾ പിരിക്കും അല്ലെ, ഭരണാധികാരികളുടെ മേലുള്ള ഒരു ബാധ്യതയാണത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ച സമയത്ത് അത് പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യണം? അവരിൽ നിന്ന് സക്കാത്ത് പിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ സക്കാത്ത് സ്വയം വീതിക്കാണെങ്കിൽ കുഴപ്പമില്ല, അത് ഭരണാധികാരി കൊടുക്കുകയാണെങ്കിൽ അതും അനുവദനീയമാണ്. എന്നാൽ ഭരണാധികാരി അത് ആവശ്യപ്പെടുകയാണെങ്കിലോ കൊടുക്കല് നിർബന്ധമാണ് എന്നുള്ളതാണ് ഷെയ്ഖ് ഫൗസാൻ ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. കാരണം ഭരണാധികാരിയെ അനുസരിക്കൽ എന്താണ്? നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അടുത്ത വിഷയമാണ് ഖാല റഹിമഹുല്ലാഹ് വഅലം അന്ന അവ്വലുൽ ഇസ്ലാമി ഷഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. നീ അറിയുക, ഇസ്ലാമിലെ ആദ്യമായിട്ടുള്ള കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള 2 ഷഹാദത്തുകൾക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ആദ്യത്തെ ബാധ്യത എന്ന് പറയുന്നത്. രണ്ടാമത് വഅന്നമാ ഖാലല്ലാഹു കമാ ഖാലല്ലാഹ്, അല്ലാഹു പറഞ്ഞത് അത് പറഞ്ഞതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു പറഞ്ഞ വചനങ്ങൾ, പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകൾ, അത് അതിന്റെ പ്രത്യക്ഷാർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്.
ലാ ഖുൽഫ ലിമാ ഖാല. അള്ളാഹു പറഞ്ഞതിന് എന്തില്ല, അള്ളാഹു പറഞ്ഞ ഒരു കാര്യവും അള്ളാഹു എന്ത് ചെയ്യില്ല, അത് വാഗ്ദാനം ചെയ്തത് അത് പാലിക്കാതിരിക്കുകയില്ല. മറിച്ച് അള്ളാഹു അത് പാലിക്കുക തന്നെ ചെയ്യും. വഹുവ ഇൻദമാ ഖാൽ, അള്ളാഹു പറഞ്ഞിടത്ത് തന്നെയാണ് ആ വചനങ്ങളൊക്കെ ഉള്ളത്. വൽ ഈമാനു ബിശറാഇ കുല്ലിഹ, എല്ലാവിധ ശരീഅത്തുകളെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വിശ്വസിക്കേണ്ടതുണ്ട്. ശരീഅത്തിനെ പൂർണ്ണമായ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ വാചകങ്ങൾ ആർക്കുള്ള മറുപടിയാണ്? ഖവാരിജുകൾക്ക് മറുപടിയുണ്ട്, മുഅ്തസിലികൾക്കുണ്ട്, അതുപോലെ തന്നെ അശ്അരികൾക്കൊക്കെ അതിൽ മറുപടിയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാധ്യത, ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ആദ്യത്തെ ബാധ്യത എന്താണ്? ഷഹാദത്താണ് അല്ലെ. എന്നാൽ അശ്അരികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത് അന്നദർ, പരിശോധനയാണ്. അള്ളാഹുവിന്റെ വുജൂദിന്റെ വിഷയത്തിൽ പഠിക്കലാണ് ഒന്നാമത്തെ ബാധ്യത. ചില അശ്അരികൾ പറയുന്നു നിയ്യത്തുൻ നദർ, പഠിക്കാനുള്ള ആ ഒന്നാമത്തെ ഉദ്ദേശമാണ് ഒന്നാമത്തെ വാജിബ് എന്നുള്ളത്. പലതരത്തിലുള്ള വികലമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് ഇടയിലുണ്ട്. ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടുള്ളത് ഒന്നാമത്തെ ബാധ്യത എന്താണ്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പോ അത് സാക്ഷ്യം വഹിക്കലാണ്. അപ്പോ അശ്അരികൾ പറയുന്നത് ഒരാൾക്ക് ഇതൊക്കെ അറിയെങ്കിൽ പോലും എന്ത് ചെയ്യണം, അയാൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹിന്റെ വജൂദിനെ സംബന്ധിച്ച് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുഅ്തസിലികൾ, ഖവാരിജുകൾ പറയുന്ന ഒന്നാമത്തെ ബാധ്യത എന്താണ്? അത് അൽ ബറാഅത്തു മിൻ അലി, അലിയിൽ നിന്ന് ബറാഅത്ത് പറയണം, എങ്കിലാണ് ഒരാളുടെ ഷഹാദത്ത് അത് സ്വീകാര്യമാവുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വഅന്നമാ ഖാല അല്ലാഹു കമാ ഖാൽ, അള്ളാഹു പറഞ്ഞത് പറഞ്ഞ രൂപത്തിൽ തന്നെയാണ്. ഇത് എല്ലാവിധ ഇവിടെ മുഅ്തസിലികളും അശ്അരികളും ജഹ്മികളും ഒക്കെ പറയുന്നത് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ വചനങ്ങൾ അതിന്റെ പ്രത്യക്ഷാർത്ഥം ശരിയല്ല. റാസിയെ പോലുള്ളവർ പറഞ്ഞു ളാഹിറുൽ ഖുർആനി കുഫർ, ഖുർആനിന്റെ പ്രത്യക്ഷാർത്ഥം കുഫറാണെന്നാണ് പറയുന്നത്. അതൊരു ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ കാഫറാണെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് എന്തായിരിക്കും അവരുടെ വിശ്വാസം? എന്നിട്ട് അവർക്ക് തോന്നിയ പോലെ എന്ത് ചെയ്യണം, പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യണം, വ്യാഖ്യാനിക്കണം. അവരുടെ ഈ ഗ്രീക്ക് ഫിലോസഫിക്ക് യോജിക്കുന്ന രൂപത്തിൽ. ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നു അള്ളാഹുവിന്റെ വചനം അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ തന്നെ, ആ പ്രത്യക്ഷാർത്ഥത്തിൽ തന്നെ, പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ. വലാ ഖുൽഫ ലിമാ ഖാൽ, അള്ളാഹു പറഞ്ഞതിനെ, ആ പറഞ്ഞ കാര്യം അതൊരിക്കലും അള്ളാഹു എന്ത് ചെയ്യില്ല, ലംഘിക്കുകയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു കാഫിരീങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു പാലിക്കും. എന്തെല്ലാം താക്കീതുകൾ നൽകിയിട്ടുണ്ടോ ആ താക്കീതുകളൊക്കെ നടപ്പിലാകുന്നതാണ്. ഈ പറഞ്ഞ വാചകം മുർജിഇകൾക്കും അതുപോലെ തന്നെ ഖവാരിജികൾക്കുമുള്ള മറുപടിയാണുള്ളത്. കാരണം മുർജിയാക്കൾ പറഞ്ഞ എന്താണ്? ലാ യദുറു മഅൽ ഈമാനി മഅസിയ, ഒരാള് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അവർ അള്ളാഹുവിന്റെ താക്കീതുകളും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളൊക്കെ കാറ്റിപ്പുറത്താണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു താക്കീത് ചെയ്തത് അത് അവൻ എന്ത് ചെയ്യും, നടപ്പിലാക്കുക തന്നെ ചെയ്യും അല്ലേ. അതുപോലെ തന്നെ ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം ഖവാരിജികള് അവർ പറഞ്ഞു വൻപാപം ചെയ്ത ആളുകളൊക്കെ കാഫിറുകളാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യപ്പെടുന്നത് അവൻ എന്ത് ചെയ്യില്ല, പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് പുറമെയുള്ള കാര്യങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോ ഇതൊക്കെ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങള് അവൻ പാലിക്കുക തന്നെ ചെയ്യും, അത് പാലിക്കാതിരിക്കുകയില്ല. അതൊക്കെ അള്ളാഹു പറഞ്ഞെടുത്ത് തന്നെയാണ്. എന്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അത് ആ രൂപത്തിൽ തന്നെയാണ് നദിയേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ബിദ്അത്തുകാരായ ആളുകൾ ദുർവ്യാഖ്യാനിക്കും. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അതിന്റെ പ്രത്യക്ഷാർത്ഥം അവർ സ്വീകരിക്കുകയില്ല. വൽ ഈമാനു ബിശ്ശറാഇ കുല്ലിഹ, അതുപോലെ തന്നെ ശരീഅത്ത് പരിപൂർണമായി വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ മേലുള്ള ഏറ്റവും വലിയ ബാധ്യത. അത് നമ്മുടെ ശരീഅത്തിൽ വിശ്വസിക്കൽ മാത്രമല്ല, മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള, മുർസലീങ്ങൾക്ക് നൽകപ്പെട്ടുള്ള ശരീഅത്തിൽ വിശ്വസിക്കുകയും വേണമെന്നുള്ളതാണ്. അതാണ് സൂറത്തുൽ ബഖറയിലുള്ള അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞത് ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീം വഇസ്മാഈൽ വഇസ്ഹാഖ് വയാഖൂബ് വൽഅസ്ബാത്ത് വമാ ഊതിയ മൂസ വഈസ വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന
അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. മുൻകഴിഞ്ഞ എല്ലാ മുർസലീങ്ങൾക്കും നൽകപ്പെട്ടുള്ളതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പറയുക എന്ന് അള്ളാഹു കൽപ്പിച്ചു. ശേഷം പ്രഭാകർ പറഞ്ഞു വഅലം അന്ന ശിറാഅ വൽ ബൈഅ ഹലാലുൻ. അറിയുക വാങ്ങലും വിൽക്കലും എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യല് ഹലാലുൻ, അത് അനുവദനീയമാണ്. ഇതൊക്കെ വളരെ എന്താണ് അത്ഭുതകരമായ കാര്യമാണ്. വിശ്വാസ ഗ്രന്ഥത്തില്, അഖീദയുടെ ഗ്രന്ഥത്തില് ഇതുപോലെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പറയുക എന്നുള്ളത്. ഇത് ബിഅഫി അസ്വാഖിൽ മുസ്ലിമീൻ അലാ ഹുക്മി അൽ കിതാബി വസുന്ന. പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വിധിക്കനുസരിച്ച് മുസ്ലിമീങ്ങളുടെ അങ്ങാടികളിൽ വിൽക്കപ്പെടുന്ന കാര്യങ്ങൾ, ആ കച്ചവടം, കൊടുക്കൽ വാങ്ങലുകൾ, ഇതെല്ലാം എന്താണ് അനുവദനീയമാണ്, ഹലാലാണ്. മിൻ ഗൈരി അൻ യദ്ഖുലഹു തഗ്രീർ. തഗ്രീർ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഉ അൽ ഗറർ, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, മുതലിനെ കുറിച്ച് അറിയാണ്ട് കൃത്യമായി അറിയാതെ ഉള്ള കച്ചവടം എന്തെയാണ്, അത് വിലക്കിയിട്ടുണ്ട് അല്ലെ. ഉദാഹരണമായിട്ട് എന്താണ്, ഒരു വൃക്ഷം, അതിലെന്താണ് ഫലം, അത് വിൽക്കപ്പെടാൻ ഉള്ള സമയം എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാണ് കച്ചവടമാക്കുന്നത്. അത് പിന്നീട് അത് പൂർണ്ണമായ വളർച്ച എത്തിയതിനു ശേഷം എന്തായിരിക്കും എന്നൊക്കെ അറിഞ്ഞുകൂടാ. അതല്ലെങ്കിൽ ഒരു പശുവിന്റെ ഉള്ളിലുള്ള കുട്ടിയെ സംബന്ധിച്ച് പ്രസവിക്കുന്നതിന് മുമ്പ് കച്ചവടം ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാത്ത, മുതലിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ കച്ചവടം ചെയ്യുന്നത്. ഔ ദുൽം, അല്ലെങ്കിൽ എന്താണ് അക്രമം, കച്ചവടത്തിൽ അക്രമം കലരുക എന്നുള്ളത്. ഔ ഗദർ, അല്ലെങ്കിൽ ചതി. ഔ ഖിലാഫുൻ ലിൽ ഖുർആനി, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ എതിരായിട്ടുള്ള കാര്യങ്ങൾ കച്ചവടത്തിൽ ഉണ്ടാവുക. ഉദാഹരണമായിട്ട് പന്നിമാംസം, അതല്ലെങ്കിൽ പലിശ കലർന്നിട്ടുള്ളത്. ഔ ഖിലാഫുൻ ലിൽ ഇൽം, അല്ലെങ്കിൽ അറിവിനെതിരായിട്ടുള്ളത്. അതെന്താണ്, ഉദാഹരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമനി അസ്സിന്നൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂച്ചക്കുട്ടിയെ വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്താണ് മുതല് ഹറാമാണ്. അതുപോലെ പട്ടിയെ വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ. അപ്പൊ ഇതുപോലത്തെ എന്താണ് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ടുള്ളത്, അതുപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ളത്, അതിന് എതിരായി കച്ചവടം ചെയ്യുന്നതൊക്കെ എന്താണ് ഹറാമാണ്. ഇതൊന്നും അതിൽ കലരാൻ പാടില്ല. അങ്ങനെ അല്ലാണ്ടുള്ള കച്ചവടങ്ങൾ, ദുൽമില്ലാത്തത്, ഖററില്ലാത്തത്, ഖദറില്ലാത്ത, പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചതിന് എതിരാകാത്ത കച്ചവടങ്ങളൊക്കെ എന്താണ് ഹലാലാണ് എന്നുള്ളതാണ്. ഇതെന്തിനാണ് അഖീദയുടെ ഗ്രന്ഥത്തിൽ പറയുന്നത്? കാരണം ഇമാം ബർബഹാരിയുടെ കാലഘട്ടത്തിൽ ധാരാളം സൂഫികളായ ആളുകൾ കച്ചവടത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, വെറുത്ത് കണ്ടിട്ടുണ്ട്. പലരും പറഞ്ഞു ആ കാലഘട്ടത്തിൽ തന്നെ ഈ കാലഘട്ടത്തിലൊന്നും നമുക്ക് ഹലാലായ കച്ചവടം ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് കച്ചവടം ചെയ്യാതിരിക്കലാണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടിയായിട്ട് ഇമാം അഹ്മദിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യനാണ് ഇമാം ഖല്ലാൽ റഹ്മഹുല്ലാ. അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ എഴുതിയത് അൽ ഹത്തു അല തിജാറത്തി വസ്സനാഅ, കച്ചവടത്തെ പ്രേരിപ്പിച്ചുകൊണ്ടൊരു ഗ്രന്ഥം. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നത് അതിനെ പ്രേരിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ്. സൂഫികളായ ആളുകൾ പണിയെടുക്കാണ്ട് മറ്റുള്ളവരുടെ ചെലവിലും, അതുപോലെ തന്നെ എന്താണ് ആളുകളിൽ നിന്ന് കൈനീട്ടിയും ഒക്കെ എന്താണ് എന്ത് ചെയ്യുന്നത്, പലരും മറ്റ് ജീവിത മാർഗം ഇല്ലാതാകുമ്പോൾ കൈനീട്ടേണ്ടി വരും. മറിച്ച് ചില സൂഫി ഗ്രന്ഥങ്ങളിൽ നമുക്ക് എന്തേ പറ്റും, തസവുൽ, യാചനയെ പ്രേരിപ്പിക്കുന്നതായിട്ട് വരെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. നസ്അല്ലാഹു അസ്സലാമ വൽ ആഫിയ. അപ്പൊ അതിനൊക്കെയുള്ള മറുപടിയായിട്ടാണ് ഇമാം ബർബഹാരി ഇവിടെ ശർഹ് സുന്നയിൽ ഈ ഒരു വിഷയം എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. قال رحمه الله واعلم رحمك الله انه ينبغي للعبد ان تصحبه الشفقه ابدا ما صاحب الدنيا. അറിയുക, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ പേടി ഉണ്ടാകണം എന്നുള്ളതാണ്. അത് മാ സാഹിബ് ദുനിയ, ദുനിയാവില് ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉള്ളിൽ പേടി ഉണ്ടാകണം, അള്ളാഹുവിനോടുള്ള പേടി. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുമോ അല്ല ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടാകണം. ഏത് അവസ്ഥയിലാണ് മരിച്ചു പോകുക എന്നുള്ളത് അവൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്ത് വേണ്ടതുണ്ട്, ശക്തമായ പേടി ഉണ്ടാകണം. എൻ്റെ മരണം എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഖാത്തിമത്ത് എങ്ങനെയായിരിക്കും, അള്ളാഹു ആ മരണവേളയിൽ
ഈമാനോടുകൂടി തന്നെ മരിപ്പിക്കാനുള്ള തൗഫീഖ് എനിക്ക് തരുമോ? ഇനി മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുമോ എന്നുള്ള പേടി എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത് ആർക്കില്ല? മുർജിയാക്കൾക്കില്ല. അവരുടെ വിശ്വാസം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തില്ല, ഒരു കുഴപ്പമില്ല, നേരെ സ്വർഗത്തിലാണ് പോകുക എന്നുള്ളതാണ്. അവർക്കുള്ള മറുപടി ആയിട്ടാണ് ഇമാം ബർബഹാരി ഇതും പറഞ്ഞിട്ടുള്ളത്. വബിമാ യുഖ്തമു ലഹു, ഒരാളുടെ ഖാതിമത്ത് എന്തായിരിക്കും എന്നുള്ളത് ഒരാൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പേടി വേണം. വഅലാ മാ യൽഖല്ലാഹു അസ്സ വജൽ, അള്ളാഹുവിനെ എങ്ങനെയാണ് കാണുക, ഏത് അവസ്ഥയിലാണ് കാണുക എന്ന് അറിഞ്ഞുകൂടാ. വഇൻ അമില കുല്ല അമലിൻ മിനൽ ഖൈർ, നന്മയുടെ എല്ലാ അമലുകളും ചെയ്താലും അങ്ങേറ്റം പേടി വേണം. എത്ര നന്മ ചെയ്യുന്ന ആളാണെങ്കിലും, എല്ലാ സുന്നത്തുകളും എടുക്കുന്ന ആളാണെങ്കിലും ശക്തമായി പേടി വേണം എന്നുള്ളതാണ്. വയംബഗി ലിർറജുലിൽ മുസ്രിഫി അലാ നഫ്സിഹി, സ്വന്തത്തോട് ധാരാളമായിട്ട് അതിർവ്യം ചെയ്തിട്ടുള്ള, അക്രമം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ മുറിച്ച് കളയാതിരിക്കുക. അപ്പൊ എത്ര തെറ്റ് ചെയ്ത ആളാണെങ്കിലും പ്രതീക്ഷ ബാക്കിയായിരിക്കണം മനസ്സിൽ. മിനല്ലാഹി ഇൻദൽ മൗത്ത്, മരണവേളയിൽ. വയഹ്സിന ظنه ബില്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല വിചാരം വെച്ച് പുലർത്തുക. വയഖാഫു ദുനൂബ, തിന്മയെ പേടിക്കുക. ഫഇൻ റഹ്മത്തുല്ലാഹ് വബിഫദ്ലിഹി ഫഇൻ റഹിമഹുല്ലാഹ് ഫബിഫദ്ലിൻ വഇൻ അദബഹുല്ലാഹ് വഇൻ അദബഹു ഫബിദംബ്. ഇങ്ങനെയുള്ള തിന്മകളുള്ളവരെ അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അത് ഔദാര്യമാണത്. ശിക്ഷിക്കുകയാണെങ്കിലോ അത് തിന്മ കൊണ്ടുമാണ് ശിക്ഷിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, എത്ര നന്മ ചെയ്യുന്നവരാണെങ്കിലും പേടി വേണം, അള്ളാഹുവിനോട് പേടി വേണം. അതുപോലെ തന്നെ തന്റെ അവസ്ഥ എന്താകുമെന്നുള്ള പേടി വേണം. എത്ര തിന്മകളിൽ അകപ്പെട്ടു പോയവരോ അള്ളാഹുവിന്റെ റഹ്മത്തില് പ്രതീക്ഷയും വെക്കേണ്ടതുണ്ട്. ഒരു മുഅ്മിൻ ഈ രണ്ട് കാര്യങ്ങൾക്കിടയിലായിരിക്കണം എന്നുള്ളതാണ്. ഖൗഫും റജാവും ഒരുമിച്ച് വേണം. മുർജിആക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല, റജായിൽ അതിര് കവിഞ്ഞു പോയി, അവർക്ക് ഖൗഫില്ല. ഖവാരിജുകള് അവർ ഖൗഫിൽ അതിര് കവിഞ്ഞു, അവർക്ക് തീരെ റജാ ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. അപ്പോ ഇതാണ് അവസ്ഥ. അള്ളാഹു അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവര് നന്മകളിൽ അവര് മുന്നേറാറുണ്ടായിരുന്നു. വയദ്ഊന റഗബൻ വറഹബ, നമ്മളെ പ്രതീക്ഷയോടൊപ്പവും ഭയത്തോടുകൂടിയും നമ്മെ വിളിക്കാറുണ്ടായിരുന്നു. വകാനു ലനാ ഖാശഈൻ, അവര് നമ്മെ സംബന്ധിച്ച് ഭയത്തിലായിരിക്കുന്നവരുമാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരേ അവസരത്തില് അവർക്ക് അള്ളാഹുവില് പ്രതീക്ഷയുണ്ട്, ഭയവുമുണ്ട് എന്നുള്ളതാണ്. റഗബൻ വറഹബൻ, പ്രതീക്ഷയോടൊപ്പവും ഭയത്തോടൊപ്പവും എന്നുള്ളതാണ്. ഇതാണ് ഒരു മുഅ്മിന് ഒരുമിച്ച് വേണ്ടത്. അതിനെതിരാവുക എന്നുള്ളത് ബിദ്അത്തുകാരുടെ ലക്ഷണമാണ്. വല്ലാഹു അലം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.